തേർഡ് വൺ വരുന്നത് ചൂസ് യുവർ ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോം. ഏത് ഇ കോമേഴ്സിലാണ് നിങ്ങൾ ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ആദ്യം ഒന്ന് സെറ്റ് ചെയ്യണം. ഒന്നാമത്തത് നേരത്തെ പറഞ്ഞ പോലെ ഷോപ്പിഫൈ ആണ്. ഷോപ്പിഫൈ, അതേപോലെ വേർഡ് പ്രസ്, വിക്സ്, കോമേഴ്സ്, ലറാവൽ പോലെയുള്ള ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമിലുണ്ട്. കസ്റ്റമൈസ്ഡ് ആയിട്ട് ബിൽഡ് ചെയ്യാനും ടെംപ്ലേറ്റ് വൈസ് സെറ്റ് ചെയ്യാനുള്ള എല്ലാ സംവിധാനം അതിനകത്തുണ്ട്. പക്ഷെ ഇതിന് നിങ്ങൾക്ക് ട്രേഡിംഗ് ലൈസൻസ് നിർബന്ധമാണ്. അതുപോലെ ഒരു ബാങ്ക് അക്കൗണ്ടും നിർബന്ധമാണ്. അതുപോലെ ബിസിനസ് അഡ്രസ്സും നിർബന്ധമാണ്. രണ്ടാമത് ആമസോൺ, നൂണ് പോലെയുള്ള മാർക്കറ്റ് പ്ലേസുകൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇതില് നിങ്ങൾ പുതിയതായിട്ടാണ് തുടങ്ങുന്നതെങ്കിൽ, അതായത് പുതിയൊരു പ്രൊഡക്റ്റ് ആണ്, പുതിയൊരു സംവിധാനത്തിലാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഏറ്റവും നല്ലത് ആമസോൺ, നൂണ് പോലെയുള്ള മാർക്കറ്റ് പ്ലേസിൽ ലിസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം സ്വന്തമായിട്ടൊരു ഇ കോമേഴ്സ് ബിസിനസ്സിലോട്ട് അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു ഇ കോമേഴ്സ് വെബ്സൈറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഏതൊരു ഇ കോമേഴ്സ് വെബ്സൈറ്റ് ആണെന്നുണ്ടെങ്കിലും സെയിൽ വരാൻ ഒത്തിരി സമയം എടുക്കുന്നുണ്ടാവും. കാരണം അല്ലെങ്കിൽ നല്ല അഡ്വർടൈസ്മെന്റ് ചെയ്യാനും അതിനൊക്കെ ഒരു നല്ലൊരു ഫണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഷോപ്പിഫൈ പോലെയുള്ള വെബ്സൈറ്റിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് സെയിം പ്രൊഡക്റ്റ് തന്നെ ഇതുപോലെ മാർക്കറ്റ് പ്ലേസിൽ ആമസോൺ, നൂന് പോലെയുള്ള എല്ലാ മാർക്കറ്റ് പ്ലേസിലും ലിസ്റ്റിങ്ങും അതിന്റെ എല്ലാം അടിപൊളിയായിട്ട് ചെയ്യാം. ലിസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ വെറുതെ ലിസ്റ്റ് ചെയ്യുന്നതല്ല, അതിന്റെ ഒരു അടുത്ത സെക്ഷനിൽ എങ്ങനെയാണ് ലിസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. പക്ഷെ ഒരു സ്റ്റാർട്ടർ എന്ന നിലക്ക് ഏറ്റവും നല്ലത് മാർക്കറ്റ് പ്ലേസുകൾ ഉപയോഗിക്കുന്നതാണ്.